വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. നിലമ്പൂർ നഗരസഭയെ മാലിന്യമുക്തവും സുന്ദരവുമാക്കാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭാ ഭരണസമിതി 2 ദിവസങ്ങളായി നടക്കുന്ന ശുചീകരണ പ്രവൃത്തിക്ക് കനോലി പ്ലോട്ടിന് സമീപം വടപുറം നഗരസഭാ കവാടത്തിൽ തുടക്കം കുറിച്ചു. KNG റോഡിന്റെ വടപുറം മുതൽ കരിമ്പുഴ വരെയും പൂക്കോട്ടുംപാടം റോഡിൽ ചന്തക്കുന്ന് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയും ശുചീകരിക്കും. കൂടാതെ നഗരസഭാ പരിധിയിലെ ഗ്രാമീണ റോഡുകളും മാലിന്യമുക്തമാക്കും. നിലമ്പൂർ നഗരസഭയെ മാലിന്യമുക്തമാക്കാനും സൗന്ദര്യവൽക്കരിക്കാനും നടപടി തുടങ്ങിയതായി നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ കോമ്പൗണ്ടിലുണ്ടായിരുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം മാറ്റാൻ നടപടിയായി. ഇതിനായി വേറെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. 6-7 തീയതികളിൽ നിലമ്പൂരിൽ നടക്കുന്ന ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായിട്ടാണ് അടിയന്തര നടപടി. നിലമ്പൂർ നഗരസഭയെ മാലിന്യമുക്തവും സുന്ദരവുമാക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇവിടെ നാളെയും മറ്റന്നാളുമായിട്ട് ടൂറിസ്റ്റ് കോൺക്ലേവ് നടക്കാൻ പോവുകയാണ്. ധാരാളം സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ആളുകൾ നമ്മുടെ നഗരസഭ അടക്കമുള്ള നിലമ്പൂരിലും പ്രാന്തപ്രദേശങ്ങളിലും അനേകം പദ്ധതികളും ആ പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രാരംഭ നടപടികളുമാണ് അവിടെ നടക്കാനിടയാകുന്നത്. അപ്പോൾ അത് കാലേക്കൂട്ടി കണ്ടുകൊണ്ട് സുന്ദരമായ ശുചിത്വമുള്ളൊരു നഗരസഭയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിലും ഈ നിലമ്പൂർ നഗരസഭയിലും ടൂറിസം മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ ആകർഷിക്കലും, അതേപോലെ തന്നെ കുറച്ചു കാലമായിട്ട് വേണ്ട രീതിയിൽ ശുചിത്വ പരിപാലന പദ്ധതി നിലമ്പൂർ നഗരസഭയിൽ നടക്കുന്നില്ല എന്നാണ് നഗരസഭയുടെ കോമ്പൗണ്ടിലേക്ക് സത്യപ്രതിജ്ഞ കയറിയ ഉടനെ എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് MCF എടുത്തു മാറ്റി തൊട്ടടുത്ത പറമ്പിൽ BSNL ഓഫീസിലുമുള്ള MCF മാറ്റി വേറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടേക്ക് അജൈവ മാലിന്യങ്ങൾ മാറ്റാനും ഈ തെരുവോരങ്ങൾ മുഴുവൻ ഇന്നും നാളെയുമായി വൃത്തിയാക്കാനും, ഇത് ഇന്ന് താൽക്കാലിക പരിപാടിയില്ല, തുടർ നടപടികളായിട്ട് ജനങ്ങളും അതേപോലെ എല്ലാ വിഭാഗം, ഞങ്ങളിപ്പോൾ സ്കൂളിൻ്റെയും അതേപോലെ തന്നെ NCC, സ്കൗട്ട്സ്, പിന്നെ RRT തുടങ്ങിയ സന്നദ്ധ സംഘടനകളെ ഒക്കെ ഇതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇപ്പം തുടക്കമായതുകൊണ്ട് എല്ലാവരും വിപുലമായി ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഇനി വാർഡുകളിൽ ഓരോ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അതത് വാർഡുകളിൽ ക്ലീൻ ചെയ്യും. ഒപ്പം തന്നെ ചെടികൾ വെച്ച്, ഫലവൃക്ഷ തൈകൾ വെച്ച് വൃത്തിയും ഭംഗിയുമുള്ള ഹരിതാപമായൊരു നഗരസഭയെ ജനങ്ങൾക്ക് കാണാൻ തക്കവണ്ണം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ നാടിന് ഏറെ സാധ്യതയുള്ള ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ മാലിന്യമുക്തവും സൗന്ദര്യവുമുള്ള നിലമ്പൂർ അനിവാര്യമാണെന്ന് പത്മിനി ഗോപിനാഥ് പറഞ്ഞു. വൈസ് ചെയർമാൻ കുമ്മഞ്ചേരി നാണിക്കുട്ടി, നഗരസഭാ കൗൺസിലർമാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പ്രവൃത്തിയിൽ പങ്കാളികളായി. വിഷൻ, നിലമ്പൂർ. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ.